ഹലോ എവ്രി വൺ, മറ്റൊരു രസികൻ ടോപ്പിക്കുമായി ഞാൻ വീണ്ടും ഹാജരായിരിക്കുകയാണ് കേട്ടോ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ബേർഡ്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഫാക്ട്സ് ആണ്. ബേർഡ്സ് അഥവാ പക്ഷികൾ, അവരില്ലാത്തൊരു ലോകം നിങ്ങൾക്ക് സങ്കല്പിക്കാനാവുമോ? ഒന്നാമത്തേത് പെസ്റ്റ് കൺട്രോൾ അഥവാ കീടനശീകരണം. ബേർഡ്സ് മൊത്തത്തിൽ അങ്ങ് ഇല്ലാതായി എന്നൊന്ന് സങ്കല്പിച്ചു നോക്ക്. പിന്നീട് നമ്മൾ കീടങ്ങളും പ്രാണികളും കാരണം പൊറുതി മുട്ടിയത് തന്നെ. അടുത്തിടെ നടത്തിയ ഒരു പഠനത്തിൽ കണ്ടെത്തിയത് പ്രകാരം ബേർഡ്സ് ഒരു വർഷം ഏകദേശം 400 മുതൽ 500 മില്യൺ ടൺ പ്രാണികളെ അകത്താക്കുമത്രേ. ചൈനയിൽ കാണപ്പെടുന്ന ഹൗസ് സ്വിഫ്റ്റ് എന്ന പക്ഷിയുടെ ഡയറ്റിൻ്റെ 2/3 കൃഷി നശിപ്പിക്കുന്ന കീടങ്ങളാണ്. അമേരിക്കൻ വനാന്തരങ്ങളിൽ ഇടയ്ക്ക് സ്പ്രൂസ് ബഡ്വേം എന്ന ഇനം കീടം പെറ്റുപെരുകി ചെടികളും മരങ്ങളും ഒക്കെ നശിപ്പിക്കാറുണ്ട്. അപ്പോൾ ഒരു സൂപ്പർ ഹീറോയായി അവതരിക്കുന്നത് ഈവനിംഗ് ഗ്രോസ്ബീക്ക് എന്ന പക്ഷിയാണ്. പ്രത്യേക കീടങ്ങളുള്ള സ്ഥലത്ത് കൂടുകൾ സ്ഥാപിച്ച് അവയെ ഭക്ഷിക്കുന്ന പക്ഷികളെ അവിടെ വളർത്തുന്ന രീതിയാണ് നെസ്റ്റ് ബോക്സ് സിസ്റ്റം. കീടനാശിനികളെക്കാൾ മെച്ചപ്പെട്ടതും ആരോഗ്യത്തിനും നമ്മുടെ കീശക്കും ഗുണകരവുമായ രീതി എന്ന നിലയിൽ നെസ്റ്റ് ബോക്സസ് ആണ് ഇന്ന് യൂറോപ്പിൽ ആകമാനം സ്ഥാനം പിടിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം പോളിനേഷൻ അഥവാ പരാഗണം. നമ്മൾ പരാഗണം നടത്തുന്നവരെ ഓർക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്നത് വണ്ടുകളും പൂമ്പാറ്റകളും ഒക്കെ ആയിരിക്കും അല്ലേ? എന്നാൽ ഹമ്മിങ് ബേർഡ്സ്, ഹണി ഈറ്റേഴ്സ് പോലുള്ള പക്ഷിവർഗ്ഗങ്ങൾ വഹിക്കുന്ന പങ്ക് ചില്ലറയൊന്നും അല്ല കേട്ടോ. പ്രത്യേകിച്ച് ചൂട് കൂടുതലായിട്ടുള്ള ഇടങ്ങളിലും ഉയരപ്രദേശങ്ങളിലുമൊക്കെ. ഉദാഹരണത്തിന് സൗത്ത് ആഫ്രിക്കയിൽ കാണപ്പെടുന്ന ഒരു ചെടിയാണ് സാൽവിയ. സാൽവിയ സ്പീഷീസ് പരാഗണം നടത്തുന്നതിൽ പക്ഷികൾ മുൻപന്തിയിലാണ്. സാൽവിയ പുഷ്പങ്ങൾ കാണാൻ നല്ല ഭംഗിയാണെങ്കിലും പ്രത്യേകം മണമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ പൂമ്പാറ്റകളൊന്നും ഇവരെ വലുതായി മൈൻഡ് ചെയ്യത്തുപോലുമില്ല. എന്നാൽ പക്ഷികൾ ഗന്ധത്തിനേക്കാളും പ്രാധാന്യം കൊടുക്കുന്നത് കാഴ്ചക്കാണ്. അതുകൊണ്ട് തന്നെ പക്ഷികൾ ഇവർക്ക് അർഹിക്കുന്ന പ്രാധാന്യം കൊടുക്കുകയും ചെയ്യും. പക്ഷികൾ പരാഗണം നടത്തുന്നതിലൂടെ നമുക്ക് നേരിട്ട് ഗുണം ലഭിക്കും. മനുഷ്യർ ഭക്ഷണാവശ്യത്തിനോ മരുന്നുൽപാദനത്തിനായോ ഉപയോഗിക്കുന്ന ചെടികളിൽ 50% പക്ഷികൾ പരാഗണം നടത്തുന്നതിലൂടെ ഉണ്ടായതാണ്. അവ അപ്രത്യക്ഷമായാൽ നമ്മളെ വൻ ദുരന്തമാണ് കാത്തിരിക്കുന്നത്. ഹവായിയൻ ബെൽഫ്ലവർ എന്ന ചെടി പരാഗണം നടത്തിയിരുന്ന പക്ഷികൾക്ക് വംശനാശം സംഭവിച്ചതോടെ ആ ചെടിയുടെ 31 തരം സ്പീഷീസ് ഈ ഭൂമുഖത്ത് നിന്ന് തന്നെ ഇല്ലാതായി കഴിഞ്ഞു. അടുത്ത റോൾ ക്ലീനിങ് ഡിപ്പാർട്ട്മെൻറ്റ്. നമ്മുടെ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണല്ലോ. വീടിനകത്തെ കാര്യം നമ്മൾ തന്നെ ചെയ്യണം. പുറത്താണെങ്കിൽ വേറെ ആരെക്കൊണ്ടെങ്കിലും ചെയ്യിക്കാമെന്ന് വെച്ചാലോ? അല്പം ചിലവേറിയ പരിപാടിയാണ് താനും. എന്നാൽ ഫ്രീ ആയി നമ്മളെ സഹായിക്കുന്ന കുറേ പേരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കാക്കകൾ, കോഴി, താറാവ് ഇവരൊക്കെ മുറ്റത്തുള്ള ഭക്ഷണാവശിഷ്ടങ്ങളും മറ്റും വൃത്തിയാക്കാറില്ലേ? കഴുകന്മാർ ആകാശത്തിൽ വട്ടമിട്ട് പറക്കുന്നത് കാണുമ്പോൾ ഉള്ളിലൊരു പേടിയൊക്കെ തോന്നുമെങ്കിലും അവർ നമുക്കായി ചെയ്യുന്ന സേവനങ്ങൾ ചെറുതൊന്നുമല്ല. വലിയ ജീവികളുടെ മരണശേഷം അവരുടെ മാംസം ഭക്ഷിക്കാൻ ഇവർ പറന്നെത്താറുണ്ട്. ഇതുവഴി റാബീസ്, ട്യൂബർകുലോസിസ് അഥവാ TB എന്നിങ്ങനെയുള്ള രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിന് സഹായിക്കുന്നു. അടുത്തത് സീഡ്സ് സ്പ്രെഡ് ചെയ്യുന്നത്. വിത്തുകൾ എല്ലായിടത്തും എത്തിക്കുന്നതിൽ ബേർഡ്സ് വലിയൊരു റോൾ വഹിക്കുന്നുണ്ട്. പക്ഷികൾ സഞ്ചരിക്കുന്നതിനിടയിൽ പലതരം ചെടികളുടെ വിത്തുകളും മരങ്ങളിലെ കായ്കളും ഭക്ഷിക്കുന്നു. പിന്നീട് ഇവരുടെ കാഷ്ടം വഴി അത് മറ്റു പല പ്രദേശങ്ങളിൽ വളരാനിടയാവുന്നു. മനുഷ്യനെത്തിപ്പെടാനാവാത്ത ദൂരങ്ങളിലേക്ക്, ദിക്കുകളിലേക്ക് നിരന്തരം സഞ്ചരിക്കുന്ന ചില പക്ഷികൾ കടലിനിക്കരെ പുതിയ തരം സസ്യലതാദികൾ എത്തിക്കുന്നു. വംശനാശം സംഭവിച്ചെന്ന് കരുതിയിരുന്ന ചില പ്ലാന്റ്സ് ആൻഡ് ട്രീസ് ഇതുവഴി നമുക്ക് നമ്മുടെ പ്രകൃതിയിലേക്ക് തിരികെ ലഭിക്കാറുമുണ്ട്. ലോകം മുഴുവൻ ഇന്ന് കാണുന്ന രീതിയിൽ രൂപപ്പെടുത്തുന്നതിൽ പക്ഷികൾക്ക് വലിയൊരു റോൾ തന്നെയാണ് ഉള്ളത്. ന്യൂസിലൻഡ് കാടുകളിൽ 70% വിത്തുകളും എല്ലായിടത്തും എത്തിക്കുന്നത് ട്യൂയി പോലുള്ള പക്ഷികളാണ്. മൈക്രോനേഷ്യൻ ഇമ്പീരിയൽ പീജിയൻ ചെയ്യുന്ന ഡ്യൂട്ടി കുറച്ചുകൂടെ വലുതാണ്. കരോലിൻ ഐലൻഡ്സ്, മാർഷൽ ഐലൻഡ്സ് എന്നീ ദ്വീപ് സമൂഹങ്ങളിൽ വസിക്കുന്ന ഇവ വഴിയാണ് ആ പ്രദേശങ്ങളിലാകമാനം വിവിധയിനം വിത്തുകൾ വിതരണം ചെയ്യപ്പെടുന്നത്. അടുത്തത് ട്രാൻസ്ഫോമിംഗ് ലാൻഡ്സ്കേപ്സ്. ഒരു ഭൂപ്രകൃതിയാകെ മാറ്റിമറിക്കാൻ പക്ഷികൾക്കാവും. കാടുകൾ, ചതുപ്പുനിലങ്ങൾ, പുൽപ്രദേശങ്ങൾ ഇവ ഓരോന്നിനും ഓരോ ധർമ്മങ്ങളുണ്ട് ഭൂമിയിൽ. ഭൂപ്രദേശത്ത് വസിക്കുന്ന ഓരോ വ്യക്തിയെയും ഈ പ്രദേശങ്ങൾ സ്വാധീനിക്കുന്നു, 100 കണക്കിന് മൈൽ അകലെയാണെങ്കിൽ പോലും. കാർബൺ സ്റ്റോർ ചെയ്യൽ, കാലാവസ്ഥ സ്റ്റേബിളാക്കുന്നത്, വായുവിലെ ഓക്സിജന്റെ അളവ് നിലനിർത്തുന്നത്, മാലിന്യ വസ്തുക്കളെ പോഷകങ്ങളായി മാറ്റുന്നത് തുടങ്ങി നീണ്ട നിര തന്നെയുണ്ട് ഈ പ്രദേശങ്ങൾക്ക് ചെയ്യാൻ. എന്നാൽ ഈ പൈതൃക സമ്പത്തൊക്കെ നിലനിർത്തണമെങ്കിൽ പക്ഷികൾ കൂടിയേ തീരൂ. പ്ലാന്റ്സ്, ഹെർബിവോർസ് അഥവാ സസ്യബുക്കുകൾ,
പ്രെഡേറ്റർ വേട്ടക്കാരൻ, പ്രേ ഇര. ഇവ തമ്മിലുള്ള ഈ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പക്ഷികൾക്കേ ആവൂ. ഇതിനൊരു ഉദാഹരണം പറയാം. സൗത്ത് ഈസ്റ്റേൺ USA ഉപ്പു ചതുപ്പ് നിലങ്ങളിൽ കോഡ് ഗ്രാസ് അഥവാ സോൾട്ട് ഗ്രാസ് തഴച്ചു വളരുന്നുണ്ട്. ഇവ ചതുപ്പിലെ വെള്ളം ശുദ്ധിയാക്കുക മാത്രമല്ല ചെയ്യുന്നത്, തീരപ്രദേശത്തെ മണ്ണിടിച്ചിലിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യും. ഇവിടെ ഒരു വില്ലനുണ്ട്, ഒച്ചുവർഗത്തിൽപ്പെട്ട സോൾട്ട് മാഷ് പെരിവിങ്കിൾ. ഈ കക്ഷിയുടെ ഇഷ്ടഭക്ഷണമാണ് ഈ പുല്ല്. ഓയിസ്റ്റർ കാച്ചേഴ്സ്, കേർലിയൂസ്, പ്ലോവേഴ്സ് പോലുള്ള പക്ഷികൾ ഈ ഒച്ചുകളെ പിടിച്ച് ശാപ്പിടുന്നില്ലായിരുന്നുവെങ്കിൽ ഈ പുൽപ്രദേശം എന്നേ തരിശു നിലമായേനെ. അടുത്തത് കീപ്പിംഗ് കോറൽ റീഫ്സ് അലൈവ്. കോറൽ റീഫ്സ് അഥവാ പവിഴപ്പുറ്റുകൾ എന്ന് കേട്ടിട്ടുണ്ടോ? കടലിലെ ജീവൻ തുടിക്കുന്ന സമ്പത്താണ് പവിഴപ്പുറ്റുകൾ. ഇവ നിലനിന്നു പോവാനും പക്ഷികൾ കൂടിയേ തീരൂ. കടൽ പക്ഷികൾ വഴിയാണ് ഇത് കൂടുതലായും സാധ്യമാവുന്നത്. ഇൻസ്പയർ സയൻസ്. ശാസ്ത്രത്തെ ഇൻസ്പയർ ചെയ്യാൻ അഥവാ ഉത്തേജിപ്പിക്കാൻ പക്ഷികൾക്ക് എന്നും സാധിച്ചിട്ടുണ്ട്. പക്ഷികൾ ചിറകുവീശി പറക്കുന്നത് കണ്ടിട്ടാണ് മനുഷ്യന് പറക്കാനുള്ള ആഗ്രഹം തോന്നിയതും അതിനുവേണ്ടി പ്രയത്നിച്ചതും. അതിൻ്റെ ഫലമായാണ് ഇന്ന് വായുസഞ്ചാരം സാധ്യമായത്. ഡാർവിൻ പരിണാമ സിദ്ധാന്തം രൂപപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയ പരീക്ഷണങ്ങളിൽ ഗാലപ്പാഗോസ് ദ്വീപിലെ ഫിഞ്ച് ബേർഡ്സുമായി ബന്ധപ്പെട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. നമ്മുടെ ആദ്യകാലത്തെ പോസ്റ്റൽ സർവീസും ടെലിഗ്രാമും വാട്സപ്പും ഒക്കെ പക്ഷികളായിരുന്നു. എന്നാൽ നമുക്ക് ഐഡിയാസ് തരാൻ മാത്രമല്ല കേട്ടോ പക്ഷികളുള്ളത്. ഭൂമിയുടെ ആരോഗ്യസ്ഥിതിയുടെ സന്ദേശവാഹകർ കൂടെയാണത്രേ അവർ. പക്ഷികൾ എല്ലായിടത്തുമുണ്ട്. പരിസ്ഥിതിയിൽ വരുന്ന ചെറിയ മാറ്റങ്ങൾ പോലും അവരെ അസ്വസ്ഥരാക്കും. അതിനോട് അവർ പ്രതികരിക്കുകയും ചെയ്യും. ആഗോളതാപനം, കാലാവസ്ഥാ വ്യതിയാനം പോലുള്ള സീരിയസ് പ്രശ്നങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുന്നതിൻ്റെ ആവശ്യകത ഓർമ്മപ്പെടുത്താനുള്ള ഒരു വാർണിംഗ് സിസ്റ്റം കൂടെയാണ് പക്ഷി സമൂഹം. ചുരുക്കി പറഞ്ഞാൽ പക്ഷികൾക്ക് നമ്മളെയല്ല, മറിച്ച് നമ്മൾക്ക് പക്ഷികളെയാണ് ആവശ്യം. ഈ സുഹൃത്തുക്കളുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.